ഹായ് അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്തായി നോമ്പെല്ലാം നോക്കിയിട്ട് ക്ഷീണമായിട്ട് നിസ്കരിച്ചിട്ട് പോയിട്ടെല്ലാം കിടന്നിട്ടുണ്ടാ. നല്ല വേഗം പണി തുറക്കുന്ന രാവിലെ തന്നെ. അപ്പോൾ ഇത് നോമ്പിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അതിന് മുമ്പുള്ള 2-3 വീഡിയോ ബാക്കിയുണ്ടായി. എന്നെ ഞാൻ ഒന്നാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിശേഷം എന്താ അറിയോ, ഉമ്മാനയുടെ പോയ വിശേഷങ്ങളും അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഉമ്മാനയുടെ പോയിട്ട് ഉപ്പൻ്റെ ആണ്ടുണ്ടായി. അങ്ങനെ ഞാൻ എല്ലാവരും ഒന്ന് ജസ്റ്റ് പോയിട്ടില്ലേ വന്നിട്ടുണ്ടായി. വാണ്ടിന് ഫസ്റ്റ് ഉസ്താദ് വന്ന വാട് കൊടുക്കാൻ അവല് കൊടുക്കാൻ എന്നിട്ടില്ലേ, അങ്ങനെ അവല് കുഴക്കുന്നെല്ലാം. അപ്പോൾ അവല് കുഴക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അല്ലേ ഞാൻ ഇൻസ്റ്റാലെല്ലാം പോസ്റ്റ് ആക്കിയിട്ടുണ്ടായി. അവലിൻ്റെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല. എന്തെങ്കിലും ഒരു നോമ്പിന് പിന്നെ ആരെങ്കിലും ചെയ്യുന്നെല്ലാം ഇട്ടിട്ടുണ്ടായി. യൂട്യൂബിലിടാനേ ടൈം ഉണ്ട്. ഒരു പണി നമ്മൾ തുടങ്ങി വെച്ചെങ്കിലേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നോക്കണം. പക്ഷെ ഇപ്പം എനിക്കൊരു എങ്ങനെയും കഴിയുന്നില്ല അറിഞ്ഞാൽ, എനിക്ക് എന്നെ കൊണ്ട് പറ്റാത്ത സംഭവമാണ്. ഇപ്പം എന്തായാലും പകുതിയിൽ ബാക്കിയാണ്. ഇൻഷാ അല്ലാഹ് അല്ല ശരിയാവും. അപ്പോൾ ഇത് നമ്മളൊരു ജോബ് പോലെ തന്നെയാണ് ഈ യൂട്യൂബ്. ഇതിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നേരെ. അന്നെങ്കിൽ നല്ല നിലയിലും യൂട്യൂബ് നമ്മൾ വീഡിയോസ് എല്ലാം ഇങ്ങനെ ഉമ്മി തന്നെ ഇടുന്നത്. നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ താത്തിക്കൊണ്ട് പോകും ഞാൻ. അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് കിച്ചണിൽ കണ്ടോളും. നെറ്റിമറയിലെനിക്ക് എല്ലാവരും നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉസ്താദ് വരുന്നത് നല്ല ചെല്ലിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ ചായ കൊണ്ടിട്ടില്ലേ, അവൾ നല്ല സ്ട്രോങ്ങിൽ ചായ ആക്കി കൊടുത്തിന്. ഞാൻ വീഡിയോ കൊണ്ട് പോകുമ്പോൾ പറയാതെ ഒന്ന് തള്ളിപ്പോയി അങ്ങനെ. അപ്പോൾ ഈ തമ്മാക്ക് എന്ത് പണി അറിയാം, പുള്ളറെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ എല്ലാത്തിനും ഓരോരോ കളിയും ഗെയിമെല്ലാം കൊടുത്തിട്ടില്ലേ ഓരോന്ന് സെറ്റാക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൂടിയെങ്കിലേ കുറേ എല്ലാം ചെറിയ മക്കളല്ലേ, കുറേ പിള്ളമാരുണ്ടാന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ ഏതോ 100 ഉറുപ്പക്ക് എണ്ണ ഒഴിച്ചിട്ടില്ലേ, അതിന് 2-3 പീടിയിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു പിള്ളേരെ. പക്ഷെ ആ 100 ഉറുപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഏടെ എടുക്കല നല്ല ചെറുതുണ്ട്. അങ്ങനെ അപ്പോൾ എണ്ണ ഒഴിച്ചാളും ഇല്ല. ഓനെന്ന് അങ്ങനെ മാറിയിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കൂടിയൊക്കെ അങ്ങനെയാന്ന് പറഞ്ഞാൽ എന്തായെങ്കിലും ഉണ്ടാകുന്നില്ല ചെയ്ത ആൾ. പക്ഷെ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ചെയ്യുന്ന ലാസ്റ്റ് ചോദിക്കുമ്പോൾ ആരും ഉണ്ടാകുന്നില്ല. അങ്ങനത്തെ അവസ്ഥ ഉള്ളത്. അങ്ങനെതാ വെല്ലെല്ലാം നല്ല തളിച്ചിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ ഇല്ലേ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിന് 3 തേങ്ങ എന്തോ ഇട്ടിന്. അങ്ങനെ അതിട്ടിട്ട് കുറച്ച് വെന്തിട്ടാകുമ്പോൾ കഴിഞ്ഞ് ഓഫാക്കിയിട്ട് എന്താക്കുക അവല് കുഴച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടത്തിയും അമ്മായിയും ഉണ്ടായിന്. അമ്മായിയും പത്തൽ ചുടുന്നുണ്ട്. അപ്പോൾ ഞമ്മ ഇവിടെ അവലിൻ്റെ പണി എടുക്കുന്നുണ്ട്. അങ്ങനെ ഉസ്താദ് വരാനായിന്. അങ്ങനെ വേവിച്ചിട്ടില്ല, ഫാനിൻ്റെ അടിയിലെല്ലാം 2-3 ബാച്ചായിട്ട് വെച്ചിട്ട് വേണം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അവല് കുഴക്കുമ്പോൾ ഇല്ലതാ ഇങ്ങനെ അവലിനെ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കുഴക്കണം ഫസ്റ്റ് തന്നെ വെറുതെ. അപ്പോൾ ലാസ്റ്റ് കവറിൻ്റെ അടിയിലില്ല അവലിൻ്റെ പൊടിയില്ലേ അതുണ്ടാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചിനാ. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ വെറുതെ തന്നെ ഇടുന്നതിനെ കളേഴ്സ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇടുമ്പോൾ അങ്ങനെ കിട്ടും. ഇപ്പോൾ കിച്ചണിലില്ലേ കുറച്ചും പണിയും കുറേ വിഷയവും എല്ലാവരും എൻ്റെ ബാക്കിലുണ്ട്. ഒരു വക വിഷയം പറഞ്ഞുകൊണ്ട് പണിയെടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്നിച്ച് ഞങ്ങൾ കൂടിയെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ അങ്ങനെ എന്താ ഞാൻ ബാച്ചായിട്ട് വെച്ചിട്ടുണ്ട് വേറെ ചൂടാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവലും ഉലോക്കിയും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനത്തെ എല്ലാം ഫംഗ്ഷന് കഴിക്കുമ്പോൾ ഉലോക്കിയും മിക്സ് ആക്കുന്നുണ്ടല്ലോ. അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ബാച്ചായിട്ട് അവലിൻ്റെ പൊണ്ടത്തിലേക്ക് മിക്സ് ആക്കണം. അത് അങ്ങ് മിക്സ് ആക്കുമ്പോൾ അങ്ങനെ ഒന്നിച്ചിട്ട് തന്നെ ആക്കണ്ടേ. ഇപ്പോൾ കുറേ അവലെല്ലാം ഉണ്ടെങ്കിലേ ഒരു നേരോ എന്നോട് ചോദിക്കുന്നുണ്ട് അവലിൻ്റെ ഓർഡർ ഉണ്ട്, എങ്ങനെ കൊടുക്കേണ്ടി, എത്ര തേങ്ങ വേണ്ടിയെന്നല്ലോ. തേങ്ങ എത്ര ഇടുന്നെങ്കിലും ഞാൻ മിക്സിങ്ങിലാണ് അധികമുള്ളത്. ഒന്നാകെ മിക്സ് ആക്കാൻ കഴിയില്ല. അപ്പം അടിക്കൊന്നുന്നില്ല മധുരവും തേങ്ങല്ലോ കുറച്ചിട്ടിട്ടില്ലേ, കുറച്ച് വെല്ലവും ഈ പൊണ്ടവും കുറച്ച് അവലും കുറച്ച് വെല്ലവും പൊണ്ടവും അങ്ങനെ മിക്സ് ആക്കുന്ന നേരത്തെ ഇടുമ്പോലെ മിക്സ് ആക്കിക്കൊണ്ട് വരാം. അങ്ങനെ അവളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓറപ്പുറത്തെ ഈ പത്തൽ ചൂടാനൊരു 4-5 ആളെന്തോ ഉണ്ട് പത്തലിൻ്റെ അടുത്ത്. അങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് ചുടുമ്പോൾ നല്ല മജാന്ന് എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ. നോക്കട്ടെ ഇൻഷാ അല്ലാഹ് കഴിയുന്നെങ്കിൽ ഇന്ന് തന്നെ ഞാൻ 2 വീഡിയോ ഇടാൻ നോക്കാം. നമ്മളെ നോമ്പിൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതും ഇതുമെല്ലാം ഇങ്ങനെ കുറേ പെൻഡിങ്ങിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ 2 വീഡിയോ. ഇപ്പോൾ ഇൻസ്റ്റയിലിടാൻ എന്ത് പണിയില്ല, നമുക്ക് ഇടാൻ കഴിയുന്നത്. യൂട്യൂബിലിടാൻ കുറച്ച് പണിയുണ്ട്, കുറച്ച് കൂടുതൽ പണി തന്നെ ഉണ്ട്. അതിന് വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ആക്കണമെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് 2ാമത്തെ റെസിപ്പി കാണിച്ചു തരാം. ഇപ്പോൾ വൈറലായ ആ ഒരു റെസിപ്പിയില്ലേ പുളിയും മറ്റേ ബ്രിഞ്ചെല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ ഇതെന്തായാലും മസ്റ്റ് ട്രൈ. നോമ്പിന് വേണമെങ്കിൽ നോമ്പിന് ചെയ്യാം, അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെയും കറീൻ്റെ ഒക്കെ കൂടിയിട്ടില്ലേ ഇതും കൂട്ടി കഴിക്കാൻ എന്തോ ഒരു പാങ്ങനെ. നമ്മൾ ഉണ്ടാക്കിയിട്ട് എത്ര ടേസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അങ്ങനെ വേളക്കറിയും ചിക്കൻ ഫ്രൈയും ഈ ഒരു ബ്രിഞ്ചിൻ്റെ ആ ഒരു മിക്സ് ഇല്ലാതെ പിന്നെ കുറച്ച് അച്ചാറും കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ ആ മക്കളെ
വേറെ ഒന്നും വേണ്ട, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആക്കി എന്നിട്ട് ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിക്കണ്ടേ? ഇതില്ലേ സംഭവം എന്തെങ്കിലും ഇപ്പോൾ വൈറലാണ് ഇൻസ്റ്റയിലല്ലോ, അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് നോക്ക്. അതിലേക്ക് വേണ്ടിയ സാധനങ്ങൾ എന്തെല്ലാം അറിയോ? അതാ ബ്രിഞ്ചൽ, നീരുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, മല്ലിച്ചപ്പ്, പുളി. പിന്നെ ഇതിലേക്കില്ലേ മുളക് വേണം. അപ്പോൾ മുളക് ഇടിയില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് ഇട്ടിട്ട് സെറ്റാക്കിയത്. അങ്ങനെ നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ ഓയിൽ വയ്ക്കുക. ഇതിലേക്ക് ഞാൻ മറ്റേ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈയും പരിപ്പ് കറിയില്ലേ അതും അവിടെ റെഡിയാകുന്നുണ്ട്. അതിലേക്കെല്ലാം കലമ്പോരിട്ടെല്ലാം കൊടുക്കണം. അത് കുറേ ദിവസമായി ഞാൻ ഇതിൻ്റെ റെസിപ്പി ആക്കണമെന്നിരിക്കുന്നു. പക്ഷെ ഓരോന്നോരോന്നായിട്ടില്ലേ നമുക്കൊരു റെസിപ്പി ആക്കാനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല. അപ്പോൾ കുറേ ആൾ ചെറിയ റംസാൻ്റെ ഒരു റെസിപ്പി ഇടുമോ, ഞങ്ങൾക്ക് ഓരോന്ന് സിമ്പിളായിട്ട് ചെയ്യുന്ന പോലത്തത് കുറേ സാധനം ഇട്ടത് വേണ്ട, സിമ്പിളായിട്ട് ഇട്ടത് വേണമെന്നുള്ള വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് കഴിയുന്നെങ്കിൽ ഞാൻ നോക്കാം ഇട്ടിട്ട് കാണിക്കാവേ. അങ്ങനെ കാണിക്കണോ, നിങ്ങൾക്കെല്ലാം ഇട്ട് തരണം, നല്ല അസുണ്ട്. അതിനുള്ള സെറ്റപ്പും സംവിധാനവും ട്രൈപോഡും സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചു. പക്ഷെ ഇടാനുള്ള ടൈം തീരെ കിട്ടുന്നില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഞാൻ കൂടുതലായിട്ട് വൈറ്റ് കിച്ചൺ ആക്കിയിട്ട് ഫോക്കസ് ആക്കി തന്നെ ഇല്ലേ ഈ യൂട്യൂബ് ചെയ്യുമ്പോൾ വൈറ്റ് നമുക്ക് കാണുമ്പോൾ വരുമ്പോൾ നല്ല മജല്ലേ, അതിന് മടിച്ചാന്ന്. പക്ഷെ ചെയ്യാൻ ടൈമേ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അങ്ങനെ അപ്പോൾ അതാ നോക്കിക്കോ, ഇതിൻ്റെ വീഡിയോയിൽ കുറച്ച് ചെന്നില്ല ഇപ്പോൾ ഒരു 2 മിനിറ്റ് അടിപൊളി ചോറിനുള്ള ഒരു സെറ്റപ്പ് റെഡിയാക്കാമെന്ന്. പക്ഷേ ഇത് 2 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂറെല്ലാം പോകണം. എന്തെങ്കിലും ഇതെല്ലാം ഒന്ന് നല്ല മുരിഞ്ഞിട്ടെടുക്കണം. ഇപ്പോൾ ഞാൻ ഇട്ടതില്ലേ ഫസ്റ്റ് വെളുത്തുള്ളി പച്ചമുളകില്ല അതെല്ലാം നല്ല മുരിഞ്ഞിട്ടെടുക്കുക. നീരുള്ളി ഇട്ടിട്ട് അങ്ങനെ അത് നല്ല ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കുക. എന്ത് സാധനവും അങ്ങനെ. ഇപ്പോൾ ബ്രിഞ്ചലിടുമ്പോൾ അങ്ങനെ അത് നല്ല ബന്ധിട്ട് ഇങ്ങനെ ഒടിയണ്ടേ. അപ്പോൾ എല്ലാത്തിനും ടൈം എടുക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. എരിവും പുളിയും ഉപ്പെല്ലാം ഇഷ്ടപ്പെടുന്നവർക്കില്ലേ നല്ല ഇഷ്ടപ്പെടും. ഞാൻ സാധാരണ ഞാൻ ബ്രിഞ്ചൽ കൂട്ടലേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നേരെ കൂട്ടിയിട്ടുണ്ടായി ഞാൻ. അങ്ങനെ അതാ എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ബ്രിഞ്ചൽ ലാസ്റ്റ് ഇട്ടിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ഇത്തിരി മുളക് പൊടിയും വേറിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടില്ലേ തിരിച്ചിട്ടും മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വേണമല്ലോ, വെന്തിട്ട് നല്ല വാങ്ങല ഒടിഞ്ഞിട്ട് അതിന് ശേഷം ഇനി മാറ്റാം. ഓക്കെ, ഇടയിൽ മേതിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. എല്ലാം അതിന് ശേഷം ഇല്ലേ നമുക്ക് തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം. തക്കാളി അങ്ങനെ എത്ര വേണമെങ്കിലും ഇടാം പുളിക്കനുസരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 എണ്ണം വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഒരു ഇത്തിരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചെങ്കിലേ ആ സ്കിന്നെല്ലാം ഇങ്ങനെ അളിയിട്ട് വരുന്നത് നേരെ. എന്നിട്ട് അതിൻ്റെല്ലാം ഒന്നാകട്ടിട്ട് ഒരു ഞൗണ്ടൽ അങ്ങനെ. അപ്പോൾ അത് നല്ല ടേസ്റ്റിൽ കിട്ടുന്നത്. അപ്പോൾ അതാ ഓയിലിങ്ങനെ കുറേ കാണുന്നില്ലേ, നിങ്ങൾ ഇത്ര ഒന്നും ഓയിൽ കൂട്ടണ്ട. ഞാനെന്താക്കിയെന്നറിയോ, ഇതിലേക്ക് ചിക്കൻ ഫ്രൈയിൽ തന്നെ ഫ്രൈ ആക്കാൻ എന്നിട്ട് ആ ഓയിലാണ് ഓയിൽ കൂട്ടിയത്. നിങ്ങൾ കുറച്ച് ഓയിൽ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാ വന്നിട്ട് ഒടിഞ്ഞ തക്കാളിയിട്ട് വന്നിട്ടുണ്ട്. ആ സ്കിന്നിൽ ഇങ്ങനെ റിമൂവ് ആയിട്ട് വരുന്നു. നമ്മൾ ഓഫാക്കിയിട്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല വെന്തിട്ട് ഒടിഞ്ഞെങ്കിൽ എന്നിട്ട് ഇതിനെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉടച്ചിട്ടെടുത്തിട്ട് എടുത്തെങ്കിൽ നമ്മളെ ചോറിലേക്കുള്ള നല്ലൊരു പേരെന്തിപ്പാ എന്തോ ഉണ്ട്, ആ പേരെനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്ത് പേര് വേണം നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ നല്ല വാങ്ങല് ഞൗണ്ടിയിട്ട് ബോൾസാക്കുക. എന്നിട്ട് ചോറിനൊക്കെ കൂട്ടണം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഓയിലിലേക്ക് ഞാൻ ചിക്കൻ മസാല വരട്ടിയിട്ട് വെച്ചിട്ടില്ലേ അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ഇതായതിന് ശേഷം നമുക്ക് വേകുമ്പോൾ ആ വെള്ളമില്ലേ അതിലേക്ക് കലം പോരാനുണ്ട്. എന്നിട്ട് ചൊറിക്കാം നമുക്ക് ചൂടോടെ. ഈ വീഡിയോ ഏകദേശം എടുത്ത് വെച്ചിട്ടില്ല, ഒരു 10-15 ദിവസമായി തോന്നുന്നു. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച വീഡിയോ, പക്ഷേ എടുത്തോളം ഇടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പോൾ അതാ എല്ലാ സ്കിന്നെല്ലാം റിമൂവ് ആക്കിയിട്ട് അതിന് ശേഷം നല്ല വാങ്ങല ഞാൻ വേണ്ടിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എണ്ണയിൽ ഞാൻ ഇങ്ങനെ തന്നെ ഒരു റെസിപ്പി ഒന്ന് ചിക്കൻ വെച്ചിട്ടും ചെയ്യാവേ. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. എൻ്റെ മനസ്സിലൊരു റെസിപ്പി ഉണ്ട്, അത് നോക്കാം വർക്കൗട്ട് ആണെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ആയാൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. റംസാനിലെല്ലാം നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയും ചിക്കൻ അല്ലെങ്കിൽ മസാല ചിക്കൻ്റെ എന്തെങ്കിലും വെറൈറ്റി എല്ലാം ആക്കിയിട്ട് നോക്കാമെന്ന്. നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്നും നോക്കിയിട്ടാകുമ്പോൾ ഇല്ലേ നമുക്കൊരു റെസിപ്പി കിട്ടുന്നു ഫുഡിൻ്റെ എല്ലാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശരി. പിന്നെ ഇത് ഒരു 4-5 ദിവസം കഴിഞ്ഞ പിന്നെയുള്ള വീഡിയോ ആണ്. എന്തായാലും ഇന്ന് പിള്ളേരെ മദ്രസയിൽ ലീവ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് ലീവ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ എല്ലാവരോടും ഓരോരോ നമുക്ക് ഇഷ്ടമുള്ളതാക്കി കൊണ്ടുപോകാൻ ജലീനഞ്ഞ് അങ്ങനെ മധുര ലാസ്റ്റ് അല്ലേ. അപ്പോൾ ഒരു മധുര തന്നെ ആയിക്കോട്ടെ. ഞാൻ കായ്പോളയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മളെ മദ്രസയിൽ കുറേ പിള്ളേരൊന്നുമില്ല, കുറച്ച് പിള്ളേരുള്ള മദ്രസ്. അങ്ങനെ അതാ റെഡിയാക്കിയിട്ട് പിള്ളേർ പുറത്താലിട്ടിട്ട് റെഡി ആയിരിക്കും. ഇങ്ങനെ എന്തായാലും ലീവ് കിട്ടുന്നില്ല, അതിൻ്റെ ഒരു പൊലിസം ഉണ്ട് നോമ്പിന് മുന്നേ. അങ്ങനെ എല്ലാവരും പോയിട്ട് അതിന് ശേഷം ഇല്ലേ അവിടെ കുറച്ച് ദിവസത്തെ
പ്രസംഗവും കാര്യങ്ങളും മക്കളെങ്ങനെ ആക്കണം, മക്കളെങ്ങനെ ആക്കണം, ഉമ്മാരെങ്ങനെ നോക്കണം, ഉപ്പാരെങ്ങനെ നോക്കണം, എങ്ങനെ ശ്രദ്ധിക്കണം, ഇപ്പോഴത്തെ നമുക്കെല്ലാം നല്ല അറിവ് തരുന്ന ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് ശേഷം പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ചീരണി ഉണ്ടായിന്. ചീരണിയെല്ലാം കൊടുത്തിട്ടായതിനു ശേഷം പിന്നെ ഞാൻ അവിടുന്ന് വന്നതാണ്. അപ്പോൾ രാത്രി ഏകദേശം 8:30 9:30 ഒരു ടൈം അതിന് വരുമ്പോഴേക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രിക്കുള്ള ഫുഡൊന്ന് സെറ്റാക്കണ്ടേ. അപ്പോൾ എന്താക്കുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടില്ലേ, ലാസ്റ്റ് കുറേ ചിന്തിക്കാൻ ടൈമില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ പുട്ട് ഉണ്ടായിന്, അരിപ്പൊടിയെല്ലാം തീർന്നിട്ടുണ്ടായിന്, സാധനം എല്ലാം വേങ്ങാനുണ്ട് നമുക്ക് നോമ്പിൻ്റെ. അങ്ങനെ പൊടി അരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെ പുട്ട് ചൂടാലിട്ട് പുട്ടിലേക്ക് ഫോക്കസ് ആക്കിയതാണ്. ഒരിക്കലിച്ച് വൈബിലേക്ക് പോയിട്ട് അവൽ മിൽക്കും ചെറുമുറെല്ലാം കഴിച്ചിട്ട് വരാമെന്ന്. പിന്നെ വേണ്ട, കുറേ രാത്രി ആയിട്ടില്ലേ, പിന്നെ പൊരലെന്നുള്ള സെറ്റാക്കാൻ എന്നിട്ട് അങ്ങനെ ഞാൻ എന്താക്കി പുട്ടും കടലക്കറിയാണ് റെഡിയാക്കുന്നത്. കറി എന്ത് നോക്കാം, കുറേ ഇതെടുത്തിട്ട് വീഡിയോ എന്തെന്ന് ഓർമ്മയില്ല. ഇതെന്ത് കറി? പരിപ്പ് കറി. കടലക്കറിയല്ല, പരിപ്പ് കറിയും പുട്ടുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.